ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ടാണ്. ആ ദൂരത്ത് കാണുന്നത് ഒരു മസ്ജിദാണ്. ഇതാ കാണുന്നത് ഇതൊരു മസ്ജിദാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് തൃശ്ശൂർ NH ഹൈവേ നിന്നും വെറും 1.5 കിലോമീറ്റർ ദൂരം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ലുലു മാളിൽ നിന്നും ഒരു 2 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ് വന്നിട്ട് അതിൽ നിന്ന് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രം ദൂരത്തിലിരിക്കുന്ന ഈ പ്രോപ്പർട്ടി വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. 2 നിലയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. സൂപ്പർബായിട്ടുള്ളൊരു വീടാണ്. ആരും ആഗ്രഹിച്ചു പോകും. കാരണം അത്രയും ചെടികളും മരങ്ങളൊക്കെ വെച്ച് വളരെ സെറ്റായിരുന്നു. ശരിക്ക് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മനോഹരമായിട്ട് അവർ മനസ്സറിഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു പ്രോപ്പർട്ടിയാണ്. വളരെ നല്ല രീതിയിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് ഓൺലി വീട് മാത്രമല്ല, ഇതിനകത്തുള്ള ഫുൾ ആക്സസറീസും ഈവൻ ഫ്രിഡ്ജും AC-യും അതുപോലെ തന്നെ സോളാറും വാട്ടർ ഫിൽറ്ററും എല്ലാം അടക്കമാണ് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത്. 24 സെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിന് വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ഒരു പ്രോപ്പർട്ടി. ഈ കാണുന്നതാണ് ഹാള്. സൂപ്പർബായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളാണ്. ഈ TV നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഓക്കെ, ഷെൽഫ് എല്ലാ കാര്യങ്ങളും. ഇവിടെ നമുക്കൊരു പ്രാർത്ഥനാ മുറിയുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി റൂം അടുത്ത് തന്നെ ഉണ്ട്. ഒരു ഓഫീസ് ടേബിളും കാര്യങ്ങളും. ഇപ്പുറത്ത് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഓക്കെ, ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിലുള്ള ഈ ബെഡ് അടക്കം ഈ ഫർണിച്ചേഴ്സ് അടക്കം എല്ലാം കംപ്ലീറ്റ്ലി പാക്ക്ഡ് ആയിട്ട്, ഫാന്, ഈ കംപ്ലീറ്റ് ഐറ്റംസ് എല്ലാം പാക്ക്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഏകദേശം ഇതൊന്ന് മാത്രമല്ല, ടോട്ടൽ ഇവിടെ 4 ബെഡ്റൂമാണുള്ളത്. താഴെ 2 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂം, അങ്ങനെ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൂപ്പർബായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇവിടെ ഈ കാണുന്ന ഇതൊരു അടുത്തൊരു ബെഡ്റൂമാണ്. ഇതൊരു ഡൈനിങ് ഹാൾ. ഓക്കെ, ഡൈനിങ് ഹാൾ. അടുത്ത് ഇവിടെ കാണുന്ന ഇതൊരു ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡാണ്. ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് അയൺ ടേബിൾ വെച്ച്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്റ്റെയർ കേസിൻ്റെ താഴെ തന്നെ അതിനുള്ള പ്ലേസ് വെച്ചിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഫർണിഷ് ആയിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് സൂപ്പർബായിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ അതും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വീടാണ്. ഓക്കെ, ഇത് കിച്ചൺ. ഓക്കെ, കിച്ചണിൽ മോഡുലാർ കിച്ചൺ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഇതിൽ കൊടുക്കുന്ന പ്രൈസിൽ ഇൻക്ലൂഡാണ് ഈ മോഡുലാർ കിച്ചൺ അടക്കം. ഓക്കെ, ഇവിടെ മുകളിലും ഷെൽഫ് കംപ്ലീറ്റഡ് ആണ്. താഴെ എല്ലാം കംപ്ലീറ്റ്ലി ഷെൽഫ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫുള്ളി പാക്ക്ഡ്. ഫ്രിഡ്ജ് അടക്കം മേടിക്കുന്ന ആൾക്ക് തന്നെ ഉള്ളതാണ്. ഓക്കെ, ശരിക്കും അങ്ങോട്ട് വന്ന് കയറി അവനവൻ്റെ സാധനങ്ങൾ കൊണ്ടിരിക്കാം. ദ മോഡുലർ കിച്ചൻ്റെ സ്റ്റൗവ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആലുവ അടുപ്പുണ്ട്. ഓക്കെ, ആലുവ അടുപ്പ് കാര്യങ്ങളെല്ലാം സെറ്റാണ്. കംപ്ലീറ്റ്ലി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങൾ. ഓക്കെ, വെളിയിൽ ഇവിടെ തന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ഉണ്ട്. അത് ഇന്ത്യൻ സ്റ്റൈലിലാണ്. ബാക്കിയെല്ലാം യൂറോപ്യൻ സ്റ്റൈലിലാണ്. ഇത് മാത്രം ഇന്ത്യൻ സ്റ്റൈലിലൊന്നുണ്ട്. ഇവിടെ നമ്മൾ ഈവൺ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളും നമ്മൾ ഗാർഡനിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസും കാര്യങ്ങളും അതുപോലത്തെ സ്റ്റോർ റൂം സെറ്റപ്പിൽ വെക്കാം. കംപ്ലീറ്റ് ഷീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വീടിനെ ചുറ്റുവട്ടം കവർ ചെയ്തിട്ട് ഈ ഒരു മതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ അലക്കുന്ന കല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോർണറിൽ. പിന്നെ നമുക്ക് അവിടെ സോളാറും, ആ ലാസ്റ്റ് കോർണറിൽ നമുക്ക് കാണുന്നത് സോളാറാണ്. മേലക്കുള്ള സോളാറിൻ്റെ ടാറ്റയുടെ സോളാറിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഇവർ ഉപയോഗിച്ചതിന് ശേഷം ബാലൻസ് KCBക്ക് വരെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിൻ്റെ അടുത്ത് തന്നെ വാട്ടർ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കിണറല്ല, ബോർവെല്ലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കിത് ഫ്രണ്ട് മുറ്റത്തിൻ്റെ ഏരിയ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. വളരെ കളർഫുൾ എന്നല്ല, ഗ്രീനിഷ് ആയിട്ട് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഗ്യാസ് നമുക്ക് വെളിയിലാണ് സെറ്റ് ചെയ്യുന്നത്.
അത് കിച്ചണിൻ്റെ സൈഡാണ്. വെളിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേലോട്ട് കയറാം. ഓക്കെ. സോ ഈ വഴി നമുക്ക് വെളിയിലൂടെ നമുക്ക് മേലോട്ട് ആദ്യം കയറാം. ഓക്കെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേലത്തെ ഫ്ലോറ് 2 ബെഡ്റൂമും അത് അറ്റാച്ച്ഡ് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ വഴിക്ക് ആൾക്കാർക്ക് കൊടുത്ത് മേലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനും സൗകര്യമാകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. സോ ഇത് ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. നമുക്ക് നമ്മുടെ ടോപ്പ് ഫ്ലോറിലേക്ക് പോകാം. ഏറ്റവും ടോപ്പിലുള്ളത് സോളാർ സെറ്റ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് നല്ല വ്യൂ ആണ്, നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് താഴത്തേക്കെല്ലാം ഉള്ളത്. ഇവിടെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഒരു ഗുണം എന്താ വെച്ചാൽ 23 സെൻറ്റാണ് 24 സെൻറ്റാണെന്ന് പറയണ്ടെങ്കിലും ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കാണുന്നൊരു പോർഷന് ഇവിടെ ഫ്രണ്ടിൽ റോഡുണ്ട്, ഈ ഒരു പോർഷൻ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു പോർഷൻ ഉണ്ട്, ഇത് ഞാൻ താഴെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെയും ആ പോർഷനെയും വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ താഴെ ബ്ലൂ ഇത് കാണുന്ന ആ ഭാഗം, ആ ഒരു പോർഷനും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാർട്ടായിട്ട് കൊടുക്കാം. അങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ മുമ്പിലേക്ക് റോഡുണ്ട്. ഈ കാണുന്ന ഏരിയ എല്ലാം കംപ്ലീറ്റ് എല്ലാത്തിനും നമുക്ക് റോഡ് ഫേസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഫ്രണ്ടിലെ വ്യൂ ഏറ്റവും ടോപ്പ് എന്ന് കാണുന്നതാണ്. ഓക്കെ. വളരെ മനോഹരമായിട്ടുള്ള, കാരണം വെച്ചാൽ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നല്ല കുളിർമയോടുകൂടി ഇരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. പക്ഷേ സിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 1.5 കിലോമീറ്റർ NH നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി. ഓക്കെ. സോ ഇത് സൈഡിലൂടെ പോകുന്ന റോഡ് കാണാം. ഈ ഒരു റോഡ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ അടുത്ത ആ ഒരു പ്ലോട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ പ്ലോട്ടിൻ്റെ ഗേറ്റാണ് ഈ ഭാഗത്ത് കാണുന്നത്. സോ ഇവിടേക്കും നമുക്കതിനെ കണക്ട് ചെയ്യാം ആ റോഡിൽ കൂടെ തന്നെ. ഈ റോഡ് നേരെ ചുറ്റി അപ്പുറത്ത് കാണുന്ന വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ആ റോഡ് പോകുന്നുണ്ട്. അത് നമുക്ക് ബാക്കിലുള്ള പ്ലോട്ടുമായിട്ടും അതിനെ കണക്ട് ചെയ്യാൻ പറ്റും ആ റോഡിന് തന്നെ. ഓക്കെ. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഇവർ ഇപ്പോൾ ഒരു പണിക്കാരനെ ആരെങ്കിലും നിർത്തുകയാണെങ്കിൽ അവിടെ ശരിക്കും 2 റൂം, ഒരു കിച്ചണും അതുപോലെ തന്നെ ഒരു ബെഡ്റൂം ആയിട്ടുള്ളൊരു സ്ഥലം അവിടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണുള്ളത്. അതിലൊരു ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ് കാണുന്നത്. നമുക്ക് ബെഡ്റൂമിലോട്ട് നോക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ഫ്ലോറിൽ ഈ കാണുന്ന 2 ബെഡ്റൂമാണുള്ളത്. ഒരു ചെറിയൊരു ലിവിങ് റൂമും 2 ബെഡ്റൂമുണ്ട്. ഇതിലൊരു ബെഡ്റൂമാണിത്. ഇപ്പോൾ ഇവിടെ എല്ലാം പ്രത്യേകിച്ച് ആരും ഇല്ല, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി അവിടെ എല്ലാം ഉണക്കാനും മഴക്കാലമായതുകൊണ്ട് തന്നെ എല്ലാം ഉള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇതൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, ബാത്റൂം. ഓക്കെ. ഇതിനൊരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഇതിൽ നോക്കി അറിയാം നമുക്ക് ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ് നമുക്ക് താഴെ കാണുന്നുണ്ടാവും. ഈ റോഡ് നമുക്ക് ഇത് നമ്മുടെ പ്ലോട്ടിലേക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന റോഡുണ്ട്. ഇതിന് അടുത്ത ബെഡ്റൂമാണ്, ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഉള്ളതാണ്. ഇതും അറ്റാച്ച്ഡ് ആണ്, വെൽ ഫർണിഷ്ഡ് ആണ്, എല്ലാം സൂപ്പർബായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇതെല്ലാം കംപ്ലീറ്റ്ലി ആയിട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ. ഇവിടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട്, വളരെ ഗ്രീനിഷായി അറേഞ്ച് ചെയ്തിട്ടുള്ള നല്ലൊരു ബാൽക്കണി. ഇത് ആ ബെഡ്റൂമിനെക്കാട്ടിലും കുറച്ച് വലിയ ബാൽക്കണി സൈഡ് ഉണ്ട് ഇതിനകത്ത്. ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ നമുക്ക് താഴത്തേക്ക് പോകാം. ഓക്കെ. സ്റ്റെപ്പൊക്കെ നല്ല രീതിയിൽ സ്റ്റീൽ ഡ്രൈൽ കൊണ്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല വെളിച്ചവും കാര്യമൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലെ ഗാർഡൻ, ഇത് ഞാൻ പറഞ്ഞ ചെറിയ റൂം നമ്മൾ തൊട്ടടുത്ത് കാണിച്ചിരുന്ന ആ റൂം, ഇതൊരു പ്ലോട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ഇപ്പുറത്തേക്ക് കിടക്കുന്നതാണ്, വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു പ്ലോട്ടാണ്. ഇതിനകത്തൊരു ചെറിയൊരു ഒരു കിച്ചണും ഫ്രണ്ടിലൊരു കിച്ചണും ഒരു 2 റൂമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ കിച്ചണും കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യാം. അതല്ലാതെ അപ്പുറത്തൊരു ബെഡ്റൂമായിട്ട് കണക്ട് ചെയ്യാം. ഇത് അവർ വാടകയ്ക്ക് കൊടുത്തിട്ടാണ് 2,000-2,500 രൂപയ്ക്ക് ചുമ്മാ ഒരു ഷീറ്റ് ഇട്ട റൂമാണ്. ഈ ഏരിയ വേണമെങ്കിൽ നമുക്ക് പ്ലോട്ടായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഒരാൾ മൊത്തത്തിൽ ഈ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ അവർക്ക് ആ വീടിരിക്കുന്ന ആ ഒരു ഏരിയ മാത്രമല്ല 3 പ്ലോട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട്
അവരുടെ തന്നെ പ്ലോട്ടാക്കി യൂസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇതാണ് അതിലുള്ള ഡൈനിങ് ഹാളെന്നും കിച്ചൺ ഐറ്റം വാഷ് ബേസിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയതാണ്. പിന്നെ ഇവർ നന്നായിട്ട് ഗാർഡനും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കൃഷിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്ലോട്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ ഒരു ബാത്റൂം, ഇവർക്കുള്ള ഈ വെളിയിലിരിക്കുന്ന ഈ റൂമിനുള്ള ബാത്റൂമാണിത്. ഓക്കെ, ഇതിൽ താമസിക്കുന്നവർക്കുള്ള ബാത്റൂമാണ്. ഇവിടെ നമുക്ക് ഈ ഏരിയ മേലെ ഞാൻ പറഞ്ഞു 3ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലോട്ട് ഇപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് കമ്പോസ്റ്റാണ്. പിന്നെ ഒരു മണ്ണിര കമ്പോസ്റ്റിൻ്റെ കാര്യം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മണ്ണിര കമ്പോസ്റ്റിൻ്റെ ഏരിയയാണ് മൊത്തത്തിലുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ 3 പുറവും മതിൽ കെട്ടിയിട്ടുണ്ട്. ആ കെട്ടാത്തത് ഒരു സൈഡാണ്, അത് ആ പള്ളിയുടെ ബൗണ്ടറിയാണ്. ഈ പള്ളിയുടെ ബൗണ്ടറിയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ബൗണ്ടറി മാത്രമാണ്, അത് പള്ളിക്കാർ കെട്ടാനുള്ളതാണ്. അതവർ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമായിട്ട് അത് കെട്ടും. സോ ആ ഒരു പോർഷൻ മാത്രമാണ് മതിൽ കെട്ടാത്തുള്ളൂ. ബാക്കി എല്ലാവരുടെയും മതിൽ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഈ ബൗണ്ടറി കാണുന്ന ഈ ഒരു പോർഷനിൽ മാത്രം പള്ളിയുടെ ബാക്ക് സൈഡാണ് വരുന്നത്. അവിടെ മാത്രം മതിൽ കെട്ടാത്തുള്ളൂ. ഓക്കെ, ഇവിടെ കാണുന്ന ഷെഡും അങ്ങോട്ട് വീടും ഇതാ സൈഡിലേക്കാണ് കണക്ട് ചെയ്ത് പോകുന്നത്. നമുക്ക് ലാസ്റ്റ് വരയ്ക്കും പോയി നോക്കാം. ലാസ്റ്റ് ഒരു പ്ലോട്ട് കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവിടേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരുപാട് തെങ്ങും ചെറിയ ചെറിയ തെങ്ങിൽ തന്നെ കായ്ക്കുന്ന തെങ്ങുകളും മാവുകളും അതുപോലെ തന്നെ സപ്പോട്ടയും അതുപോലെ തന്നെ ഒരുപാട് ഫലവൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട്. വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരുപാട് മരങ്ങൾ ഇതിനകത്തുണ്ട്. സോ ഇവിടെ തൊട്ട് വീണ്ടും മതിൽ സ്റ്റാർട്ടാണ്. ആ ഒരു പള്ളിയുടെ ബൗണ്ടറി ഒഴിച്ച് ബാക്കി എല്ലാവിടെയും മതിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ റോഡാണ്. ശരിക്കും പറഞ്ഞാൽ ആ റോഡ് അവിടെ എത്തിയിട്ടില്ല. കാരണം അവിടെ ക്ലീൻ ചെയ്ത് കൊണ്ടുവരണം ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ റോഡൊന്ന് ക്ലിയർ ചെയ്താൽ, ഒന്ന് പുല്ലും കാര്യങ്ങൾ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വഴി കിട്ടും. സുഖമായിട്ട് ഈ ഒരു പ്ലോട്ടിന് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ആ ലൊക്കേഷൻ കാണുന്നത് വരയ്ക്കും വീതിയുള്ള, അത്രയും 5 മീറ്ററിന് മേലെ വീതിയുള്ളൊരു റോഡ് ഈ ഭാഗത്തുണ്ട്. സോ അപ്പുറത്ത് ആ വീട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോർഷൻ, ഈ ഒരു എൻഡ് വരുന്നവരെ, ഈ മതിലിൻ്റെ ഈ എൻഡ് വരുന്നവരാണെങ്കിൽ ഒരു പീസായിട്ട് 5-6 സെൻറ്റിൻ്റെ അടുത്തുണ്ട് ഇത്. അപ്പോൾ അതും നമുക്കിവിടെ ഡിവൈഡ് ചെയ്യാം. അപ്പുറത്ത് ഫ്രണ്ടിൽ കാണുന്ന ഡിവൈഡ് ചെയ്യാം. ആ ഒരു ഇത് വരുന്നതും ഷെഡ് വരുന്നതിന് ഡിവൈഡ്, അങ്ങനെ 3 പ്ലോട്ടായിട്ട് നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഏരിയ ആണല്ലേ, ഇതിൻ്റെ ഈ കോർണർ വരയ്ക്കും നമുക്ക് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. 3 പോസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് അടുത്ത ഈ പ്ലോട്ടായിട്ട് ഇവിടെ നിന്ന് ഈ ലാസ്റ്റ് എൻഡ് വരയ്ക്കും. ഇപ്പോൾ ഞാൻ മേലെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ആ വീട്ടിൻ്റെ മേലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പ്ലോട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ പറഞ്ഞ ബാക്കി 2 എണ്ണത്തിന് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ശരിക്കും 3 പ്ലോട്ട് ഈക്വൽ സെൻറ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണിത്. കാരണം എടുക്കുന്ന ആൾക്ക് ഒരു തരത്തിലുള്ള നഷ്ടമില്ല. വീടിരിക്കുന്ന പ്രോപ്പർട്ടിയും വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഈ 3 ഭാഗമായിട്ട് ഇതിന് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. ഒരുപാട് ഫലവൃക്ഷങ്ങളുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള 1.5 കോടി രൂപ മാത്രമേ ഉള്ളൂ. അത് ചെറിയ രീതിയിൽ നമ്മൾ കണക്റ്റ് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. വല്ലാണ്ടെന്ന് നെഗോഷ്യബിൾ ഇല്ല. 1.5 CR ആണ് അവർ പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങൾക്ക് എന്ത് കാര്യം ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. വേണ്ട ഡീറ്റെയിൽസ് കംപ്ലീറ്റ് തരുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.